പ്രിയ വിദ്യാർത്ഥികളെ, +1 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക് എന്ന ലെസണാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ഏറെ പ്രസിദ്ധനായിരുന്ന ഇംഗ്ലീഷ് ഹ്യൂമറിസ്റ്റ്, കാരിക്കാച്ചറിസ്റ്റ്, എസ്സേയിസ്റ്റ് മാക്സ് ബീർബോം രചിച്ച രസകരമായ ഒരു എസ്സേയാണിത്. എക്സസൈസിന് വേണ്ടി നടക്കാൻ പോകുന്നതിലെ പൊങ്ങച്ചം, ചില ആളുകളുടെ അനാവശ്യമായ സംസാരങ്ങൾ, മാനറിസം, ഇതൊക്കെ രസകരമായി വളരെ ഹ്യൂമറസായി ക്രിട്ടിസൈസ് ചെയ്യുകയാണ് ഈ എസ്സേയിൽ. എസ്സേയുടെ തീം വളരെ ലൈറ്റാണ്. എങ്കിലും സറ്റയറിനു വേണ്ടിയും ക്രിറ്റിസിസത്തിനു വേണ്ടിയും മാക്സ് ബീർബോം ഉപയോഗിച്ചിരിക്കുന്നത് വളരെ ഓർണമെൻ്റലായ വാക്കുകളും പ്രയോഗങ്ങളും ലാംഗ്വേജുമാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ എസ്സേ വായിച്ച് മനസ്സിലാക്കാൻ പ്രയാസകരമായി തോന്നിയേക്കാം. അതുകൊണ്ട് ഈ എസ്സേയുടെ ഒരു പാരഫ്രേസിങ്ങും ഈ വീഡിയോയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, വീഡിയോയിലെ പാരഫ്രേസിംഗ് ശ്രദ്ധിച്ച് കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വാക്കിംഗ്, ലൈക്ക് എനി അതർ എക്സസൈസ്, അൺഡൗട്ടഡ്ലി ലീഡ്സ് ടു ഫിസിക്കൽ വെൽനെസ്. നടത്തം എന്ന വ്യായാമം തീർച്ചയായിട്ടും ശാരീരികമായ സൗഖ്യത്തെ, ആരോഗ്യത്തെ പ്രദാനം ചെയ്യും. There may be difference of opinion. ഒരുപക്ഷെ ഈ വാദത്തിന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം. The argument that each and every moment has to be filled with activity has gained currency these days. നമ്മുടെ ഓരോ നിമിഷവും കർമ്മനിരതമാകണം എന്ന വാദത്തിന് ഇക്കാലത്ത് കൂടുതൽ പ്രചാരമുണ്ട്. In the essay Going Out for a Walk, Max Beerbohm looks at walking from a different perspective. Going Out for a Walk എന്ന ഈ എസ്സേയിലൂടെ ലേഖകൻ ബീർബോം നടത്തം എന്ന വ്യായാമത്തെ വ്യത്യസ്തമായ ഒരു വീക്ഷണത്തിലൂടെ വിലയിരുത്തുകയാണ്. Let's read. It is a fact that not once in all my life have I gone out for a walk. The narrator claims that all in his life he has not gone out for a walk. നമ്മുടെ എഴുത്തുകാരൻ, നറേറ്റർ അവകാശപ്പെടുന്നത് ജീവിതത്തിൽ ഒരിക്കലും അദ്ദേഹം നടക്കാൻ വേണ്ടി പുറത്തു പോയിട്ടില്ല എന്നാണ്. I have been taken out for walks, but that is another matter. Even while I trotted prattling by my nurse's side, I regretted the good old days when I had and was in a perambulator. But of course, he was taken out for walks when he was a child by his nurse. തീർച്ചയായിട്ടും കുട്ടിക്കാലത്ത് അദ്ദേഹത്തിൻ്റെ നേഴ്സ് അദ്ദേഹത്തെ നടക്കാൻ വേണ്ടി പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. He regrets now that he had a pram or perambulator, baby carriage, but he wasn't ever a perambulator or walker. Perambulator എന്ന പദത്തിൻ്റെ അർത്ഥം ബേബി കാരേജ്, കുട്ടികളെ ഇരുത്തിയിട്ട് ഉന്തിക്കൊണ്ടുപോകുന്ന ഒരു വണ്ടി. അതേ പദത്തിനർത്ഥം വാക്കർ എന്നുകൂടെയാണ്, നടക്കുന്ന ആള്. ഇതൊരു ഓൾഡ് ഇംഗ്ലീഷ് ഫോമാണ്. ഇപ്പോൾ കൂടുതലും ഉപയോഗിക്കുന്നത് പെരാംബുലേറ്റർ എന്നതിന് പകരം പ്രാം എന്നാണ്, ബേബി കാരേജ്. എനിക്ക് ചെറുപ്പത്തിൽ ഒരു പ്രാം, ഒരു ബേബി കാരേജ് ഉണ്ടായിരുന്നു എന്നതിൽ ഞാനിപ്പോൾ ഖേദിക്കുന്നു. എന്നാൽ ഞാൻ ഒരിക്കലും ഒരു പെരാംബുലേറ്റർ ആയിട്ടില്ല, നടത്തക്കാരൻ ആയിട്ടില്ല. എനിക്ക് ആ വണ്ടി ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഒരിക്കലും അതിൻ്റെ ഒരു ഉപയോക്താവ്, അതല്ലെങ്കിൽ ഒരു വാക്കർ ആയിട്ടില്ല എന്നാണ് നറേറ്റർ അവകാശപ്പെടുന്നത്. When I grew up, it seemed to me that one advantage of living in London was that nobody ever wanted me to come out for a walk. അദ്ദേഹം പറയുന്നത്, when he grew up, it seemed to him that one advantage of living in London was that nobody would call him for a walk. വളർന്നു വന്നപ്പോൾ ലണ്ടൻ പട്ടണത്തിൽ ജീവിക്കുന്നതിൻ്റെ ഒരു നേട്ടം എന്താണെന്ന് അദ്ദേഹത്തിന് തോന്നിയത്, ആരും അദ്ദേഹത്തെ വന്ന് നടക്കാൻ വേണ്ടി ക്ഷണിക്കില്ല, വിളിക്കില്ല എന്നതായിരുന്നു. ലണ്ടൻസ് very drawbacks, its endless noise and hustle, its smoky air, the squalor ambushed everywhere in it, assured this one immunity. The noise and hustle, ലണ്ടൻ പട്ടണത്തിലെ തിക്കും തിരക്കും ശബ്ദകോലാഹലങ്ങളും, ഹസിൽ, ബിസി ഓർ ക്രൗഡഡ് കണ്ടീഷൻ, സ്മോക്കി എയർ, ആകെ
പുകപിടിച്ച പൊടിപടലങ്ങൾ നിറഞ്ഞ അന്തരീക്ഷം. ആൻഡ് ഫിൽത്തിനെസ്, സ്ക്വാലർ ആംബുഷ്ഡ്, സ്ക്വാലർ ഫിൽത്തിനെസ്, ഡേർട്ടിനെസ്, ആംബുഷ്ഡ് ഹിഡൻ, പതിയിരിക്കുന്ന ഒരു അപകടം പോലെ എല്ലായിടത്തും ഒളിഞ്ഞിരിക്കുന്ന വൃത്തിഹീനമായ സാഹചര്യം. ഇതെല്ലാം തന്നെ gave him protection from being called for a walk. അദ്ദേഹത്തെ ആരെങ്കിലും നടക്കാൻ ക്ഷണിക്കുന്നതിൽ നിന്നും അദ്ദേഹത്തിന് സംരക്ഷണമേകി. വളരെ സർക്കാസ്റ്റിക് ആയിട്ട് ലണ്ടൻ പട്ടണത്തിൻ്റെ വൃത്തിഹീനമായ സാഹചര്യത്തെ മാക്സ് ബീബോം വിമർശിക്കുകയാണ്. ലണ്ടനിലെ സാഹചര്യം ഇങ്ങനെയൊക്കെയാണ്. വളരെ വൃത്തിഹീനമായ അന്തരീക്ഷം, പരിസരം. അക്കാരണത്താൽ തന്നെ പുറത്തേക്ക് നടക്കാൻ ഇറങ്ങാൻ ആരും ആരെയും ക്ഷണിക്കില്ല. ഇതായിരുന്നു പട്ടണത്തിൽ ജീവിച്ച ആ കാലത്ത് ഉണ്ടായ ഒരേ ഒരു നേട്ടം. Whenever I was with friends in the country, I knew that at any moment, unless rain were actually falling, some man might suddenly say, "Come out for a walk," in that sharp, imperative tone which he would not dream of using it. Whenever he was in the country with friends, അദ്ദേഹം എപ്പോഴെങ്കിലുമൊക്കെ ഗ്രാമത്തിൽ സുഹൃത്തുക്കളോടൊപ്പം താമസിക്കുമ്പോൾ, he expected a call at any moment from anyone for a walk if it was not raining. മഴയില്ലാത്ത ദിവസമാണെങ്കിൽ ഏത് നിമിഷവും ആരെങ്കിലും വന്ന് നടക്കാൻ ക്ഷണിക്കും. ആ ഒരു വിളി അദ്ദേഹം എപ്പോഴും പ്രതീക്ഷിക്കുമായിരുന്നു. The call would be in the form of a forceful command which he would not use even in his dream. എന്നാൽ ആ വിളി ഒരു ക്ഷണം പോലെ ആയിരിക്കില്ല, ഒരു കമാൻഡ് പോലെ, ശക്തമായ ഒരു കൽപ്പന പോലെയായിരിക്കും. സ്വപ്നത്തിൽ പോലും ആരും അങ്ങനെ കൽപ്പിക്കില്ല. അത്തരത്തിൽ വളരെ ഫോഴ്സ്ഫുള്ളായ ഒരു കമാൻഡിൽ ആയിരിക്കും നടക്കാനുള്ള ആ ക്ഷണം, ആവശ്യപ്പെടൽ. People seem to think there is something inherently noble and virtuous in the desire to go for a walk. Some people think that there is something noble and morally good in the desire to go for a walk. നടക്കാൻ പോകാനുള്ള ആഗ്രഹത്തിൽ പോലും ചില മഹത്തായ ധാർമ്മികമായ ഗുണങ്ങളുണ്ടെന്നാണ് ചില ആളുകളുടെ വിശ്വാസം. Anyone thus desirous feels that he has a right to impose his will on whomever he sees comfortably settled in an armchair reading. Such a man also thinks that he has a right to impose his desire on whomever he sees sitting comfortably on an armchair reading. ഇത്തരക്കാർക്ക് നടത്തത്തിൽ ചില ധാർമ്മിക ഗുണങ്ങൾ, മഹത്തായ ഗുണങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്ന അത്തരം ആളുകൾക്ക് മറ്റൊരു വിശ്വാസം കൂടിയുണ്ട്. ആരെങ്കിലും ഒരു കസേരയിൽ ഇരുന്ന് സൗകര്യപ്രദമായി വായിക്കുന്നതൊക്കെ കാണുമ്പോൾ അവരുടെ മേൽ ഇത്തരക്കാരുടെ ആഗ്രഹം അടിച്ചേൽപ്പിക്കാനുള്ള ഒരു അവകാശം അവർക്കുണ്ടെന്നും അവർ ധരിക്കുന്നു. It is easy to say simply no to an old friend. In the case of a mere acquaintance, one wants some excuse. I wish I could, but nothing ever occurs to me except I have some letters to write. It is easy to say no to a friend when he calls for a walk. നമ്മുടെ ഒരു പഴയ സുഹൃത്താണ് നടക്കാൻ നമ്മെ വിളിക്കുന്നതെങ്കിൽ അയാളോട് നോ എന്ന് മുഖത്ത് നോക്കി പറയാൻ അത് എളുപ്പമുള്ള കാര്യമാണ്. സുഹൃത്തുക്കളോട് നമുക്ക് നോ, താല്പര്യമില്ല എന്ന് പറയാം. But when the caller is a mere acquaintance, one needs to invent some excuse. എന്നാൽ നമ്മൾ ക്ഷണിക്കുന്നത് നമ്മുടെ ഒരു പരിചയക്കാരനാണ്, അത്ര അടുപ്പമില്ലാത്തൊരു പരിചയക്കാരനാണെങ്കിൽ അയാളോട് നോ എന്ന് പറയാൻ പ്രയാസമായിരിക്കും. പകരം we need to invent some excuse. നമുക്ക് ചിലപ്പോൾ ഒരു എക്സ്ക്യൂസ് കണ്ടെത്തേണ്ടി വരും. The writer always used the excuse that he wished he could join the caller for a walk, but he had some letters to write. നമ്മുടെ എഴുത്തുകാരൻ എപ്പോഴും കണ്ടെത്തിയിരുന്ന എക്സ്ക്യൂസ് ഇതായിരുന്നു. He wished he could join the caller. ആ വിളിക്കുന്ന ആളോടൊപ്പം നടക്കാൻ പോകാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട്, പക്ഷേ കുറച്ച് കത്തെഴുതാനുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു എക്സ്ക്യൂസ് ആയിരുന്നു അദ്ദേഹം എപ്പോഴും ഉപയോഗിച്ചിരുന്നത്. This formula is unsatisfactory in 3 ways, but this excuse won't work always for 3 reasons. എന്നാൽ 3 കാരണങ്ങൾ കൊണ്ട് ഈ എക്സ്ക്യൂസ് പറച്ചിൽ ഫലവത്താകില്ല. Number 1, it isn't believed.
It won't easily be believed. കേൾക്കുന്ന ആള് അത്ര എളുപ്പത്തിൽ ഈ എക്സ്ക്യൂസ് വിശ്വസിക്കില്ല. Number 2, it compels you to rise from your chair, go to the writing table, and sit improvising a letter to somebody under the warmonger, just not daring to call you liar and hypocrite, shall have lumbered out of the room. One will have to go to the writing table. കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ഒരു റൈറ്റിംഗ് ടേബിളിൻ്റെ അടുത്തേക്ക് നിങ്ങൾക്ക് പോകേണ്ടി വരും. ആൻഡ് പ്രിട്ടൻഡ് റൈറ്റിംഗ് എ ലെറ്റർ അൺടിൽ ദ വാക്ക് മോങ്ങർ ഗോസ് ഔട്ട്. വാക്ക് മോങ്ങർ, നടക്കാൻ വിളിക്കുന്ന ആള്, അയാൾ പോകുന്നത് വരെ നിങ്ങളൊരു എഴുത്തെഴുതുകയാണെന്ന് ഇംപ്രൊവൈസ് ചെയ്തുകൊണ്ട്, അങ്ങനെയൊക്കെ എഴുത്തെഴുതുന്ന രൂപത്തിൽ പറഞ്ഞുകൊണ്ട്, പ്രിറ്റൻഡിങ്, അഭിനയിച്ചുകൊണ്ട് നിങ്ങൾക്കവിടെ ഇരിക്കേണ്ടി വരും. ഈ വാക്ക് മോങ്ങർ പോകുന്നത് ജസ്റ്റ് നോട്ട് ഡെയറിങ് ടു കോൾ യു ലയർ ആൻഡ് ഹിപ്പോക്രൈറ്റ്, നിങ്ങളൊരു ചതിയനാണ്, നുണയനാണ് എന്ന് പറയാൻ, മുഖത്ത് നോക്കി പറയാൻ ധൈര്യമില്ലാതെ മനസ്സിൽ പറഞ്ഞുകൊണ്ടായിരിക്കും അയാൾ ഷാൽ ഹാവ് ലംബേർഡ്. ലംബേർഡ് മീൻസ് വാക്ഡ്, അയാൾ നടന്നു പോകുന്നത്. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് അഭിനയിക്കേണ്ടി വരും എഴുത്തെഴുതുന്ന പോലെ. നമ്പർ 3, it won't operate on Sunday mornings. There is no post out till this evening clinches the matter, and you may as well go quietly. മൂന്നാമത്തത്, it won't work on Sunday mornings. ഞായറാഴ്ച രാവിലെകളിൽ ഈ എക്സ്ക്യൂസ് പറച്ചിൽ നടക്കില്ല. ബിക്കോസ് ദർ ഇസ് നോ പോസ്റ്റ് ഓഫീസ് വർക്കിംഗ് ഓൺ സൺഡേസ്. ഞായറാഴ്ചകളിൽ പോസ്റ്റ് ഓഫീസ് വർക്ക് ചെയ്യാത്തത് കൊണ്ട് കത്തെഴുതാനുണ്ടെന്ന് പറയാൻ പറ്റില്ല. സോ അതുകൊണ്ട് വൺ വിൽ ഹാവ് ടു ഗോ ക്വയറ്റ്ലി വിത്ത് എ വാക്ക് മോങ്ങർ. ആ വാക്ക് മോങ്ങറെ കൂടെ, നടക്കാൻ വിളിക്കുന്ന ആളെ കൂടെ തന്നെ നിശബ്ദനായി, നിർബന്ധിതനായി ഇറങ്ങിപ്പോകേണ്ടിയും വരും. Walking for walking's sake may be as highly laudable and exemplary a thing as it is held to be by those who practice it. My objection to it is that it stops the brain. For those who walk for the sake of walking, it is a praiseworthy and idle thing. നടത്തത്തിന് വേണ്ടി നടക്കാൻ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നടത്തം എന്നുള്ളത് ഒരു പ്രൈസ് വർത്തി, വളരെ പ്രശംസനീയമായ, ആൻഡ് ഐഡിയൽ തിങ്, വളരെ മാതൃകാപരമായ ഒരു കാര്യമാണ്. ബട്ട് ദ നറേറ്റേഴ്സ് ഒബ്ജെക്ഷൻ ടു ഇറ്റ് ഈസ് ഡ്യൂ ടു ഹിസ് ബിലീഫ് ദാറ്റ് വാക്കിംഗ് സ്റ്റോപ്സ് ദ ബ്രെയിൻ. എന്നാൽ നമ്മുടെ നറേറ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നടത്തത്തിനോടുള്ള എതിർപ്പിനുള്ള കാരണം വാക്കിംഗ് സ്റ്റോപ്സ് ദ ബ്രെയിൻ. അദ്ദേഹം വിശ്വസിക്കുന്നത് നടത്തം ബ്രെയിനിനെ നിർത്തും, ബ്രെയിനിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തും എന്നാണ്. Many a man has professed to me that his brain never works so well as when he is swinging along the high road or over hill and dale. Many people have claimed to the narrator that their brain work better when they walk outside. നറേറ്റർ പറയുന്നു, ഒരുപാട് ആളുകൾ നറേറ്ററോട് അവകാശപ്പെട്ടിട്ടുണ്ട് അവരുടെ ബ്രെയിൻ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് അവർ നടക്കുമ്പോഴാണ് എന്ന്. This boast is not confirmed by my memory of anybody who on a Sunday morning has forced me to partake of his adventure. But for the narrator, this is only a boastful claim and has not been proved to be true in his experience of walking with someone on a Sunday morning. നറേറ്ററെ സംബന്ധിച്ചിടത്തോളം ഈ അവകാശവാദം വെറും ഒരു ബോസ്റ്റ്ഫുൾ ക്ലെയിം, ഒരു പൊങ്ങച്ചമാണെന്ന് മാത്രമാണ്. കാരണം ഞായറാഴ്ചകളിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോടൊപ്പം നിർബന്ധിതനായി ചിലപ്പോഴൊക്കെ നടന്ന അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളിൽ ഒരിക്കൽ പോലും ഒരാളും ഇത് ശരിയാണെന്ന് തെളിയിച്ചിട്ടില്ല. നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ കൂടുതൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് വെറും ഒരു പൊങ്ങച്ചവാദമാണ്. നേരെ മറിച്ചാണ് നറേറ്ററുടെ അനുഭവം എന്നാണ് അദ്ദേഹം പറയുന്നത്. Experience teaches me that whatever a fellow guest may have of the power to instruct or to amuse when he is sitting on a chair or standing on a hearthrug quickly leaves him when he takes one out for a walk. His experience is otherwise. നമ്മുടെ നറേറ്ററുടെ അനുഭവങ്ങൾ നേരെ മറിച്ചാണ്. His guest,
who has a special power to instruct or amuse the narrator when he is sitting on a chair or simply standing in a kitchen, will lose it when he takes the narrator for a walk. അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു സുഹൃത്ത് ഇതേപോലെ നടക്കാൻ ക്ഷണിക്കാൻ വരുന്ന ഒരു സുഹൃത്ത്, ആ സുഹൃത്തിന് ഒരു കസേരയിൽ ഒരു റൂമിനകത്ത് ഇരിക്കുമ്പോഴോ അതല്ലെങ്കിൽ ഹേർത്ത് റഗ് അടുക്കളയിലെ പരവതാനി സിംപ്ലി അദ്ദേഹം ഒരു അടുക്കളയിൽ നിൽക്കുമ്പോഴോ എന്ന് വെച്ചാൽ നടക്കാൻ പോകാതെ വീടിനകത്ത് നിൽക്കുമ്പോൾ ആ സുഹൃത്തിനുണ്ടാകുന്ന സ്പെഷ്യൽ പവർ, ഒരു പ്രത്യേകമായ ശക്തിയുണ്ട്. ഇൻസ്ട്രക്ട് ഓർ ടു അമ്യൂസ്, നമുക്ക് ചില നിർദ്ദേശങ്ങൾ തരാനും നമ്മെ രസിപ്പിക്കാനും ഒക്കെയുള്ള അത്തരം ആ സ്പെഷ്യൽ പവർ വിൽ ലൂസ് ഇറ്റ് വെൻ ഹി ടേക്സ് ദ നെറേറ്റർ ഫോർ എ വാക്ക്. നടക്കാൻ പോകുമ്പോൾ ആ പവർ ആ സുഹൃത്തിന് നഷ്ടമാകുന്നു. ഇതാണ് അനുഭവം. The ideas that came so thick and fast to him in any room, where are they now? Where is the encyclopedic knowledge which he bore so lightly? Where the kindling fancy that played like a summer lightning over any topic that was started? Where does that power go which comes to him in any room? ഒരു മുറിയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന ആ ശക്തി, ഐഡിയാസ് ദാറ്റ് കെയിം സോ തിക്ക് ആൻഡ് ഫാസ്റ്റ്, വളരെ പെട്ടെന്ന് ധാരാളമായി അദ്ദേഹത്തിലേക്ക് ഉണ്ടാകുന്ന പുതിയ പുതിയ ആശയങ്ങൾ, ഒരു മുറിയിലിരിക്കുമ്പോൾ വരുന്ന ഈ അറിവും ആശയവും കഴിവും എവിടെ പോകുന്നു? Where does his deep and lightning knowledge go? അദ്ദേഹത്തിൻ്റെ ആഴമേറിയ തിളക്കമാറുന്ന എൻസൈക്ലോപീഡിക് നോളജ്, വളരെ ആഴമുള്ള അറിവുകൾ, അതൊക്കെ എവിടെ പോകുന്നു? Where do all this go when he is out for a walk? നടക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ അറിവുകളൊക്കെ എവിടെ പോകുന്നു? അദ്ദേഹം അറിവില്ലാത്തവനെ പോലെ എന്തൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും. അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല എന്ന് നമ്മുടെ നരേറ്റർ നേരത്തെ പറഞ്ഞതാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ അനുഭവമായിട്ട് നരേറ്റർ പറയുന്നത്. The man's face that was so mobile is set now. Gone is the light from his fine eyes. He says that that is our host, is a thoroughly good fellow. 50 yards further on, he adds that A is one of the best fellows he has ever met. We tramp another furlong or so, and he says that Mrs. A is a charming woman. Presently adds that she is one of the most charming women he has ever known. The energy from the guest's face and the light from his eyes soon disappear when he is out on a walk. നമ്മുടെ നെറേറ്റർ പറയുന്നു, അദ്ദേഹത്തിൻ്റെ ഗസ്റ്റ് മുറിയിൽ ഇരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായിരുന്ന ആ ഊർജവും കണ്ണിലെ തിളക്കവും നടക്കാൻ പോകുമ്പോൾ അതൊക്കെ ആ ഗസ്റ്റിന് നഷ്ടമാകുന്നു. പിന്നീട് നിരർത്ഥകമായ ചില സംസാരമായിരിക്കും ഗസ്റ്റ് തുടങ്ങുക. He starts talking about A. A means here the host, that is narrator, നമ്മുടെ എഴുത്തുകാരൻ തന്നെ, ഹോസ്റ്റ്. ആ എയെക്കുറിച്ച് ഗസ്റ്റ് പറയാൻ തുടങ്ങും. ദാറ്റ് ഈസ് എക്സ്ട്രീംലി എ ഗുഡ് ഫെലോ, ഹോസ്റ്റ് വളരെ നല്ലൊരു മനുഷ്യനാണെന്ന്. ആൻഡ് ആഡ്സ് ലേറ്റർ, പിന്നീട് അതിനോട് തന്നെ ചേർത്ത് പറയും, ദാറ്റ് എ ഈസ് ദ ബെസ്റ്റ് ഫെലോ ഹി ഹാസ് എവർ മെറ്റ്. താൻ ഇന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു വ്യക്തിയാണ് എ അഥവാ ഹോസ്റ്റ് എന്ന് ആ അതിഥി ഗസ്റ്റ് പറയും. When the guest and the host walk further, ഹോസ്റ്റും ഗസ്റ്റും കൂടെ, അതിഥിയും ആതിഥേയനും കൂടെ കുറച്ചും കൂടെ മുന്നോട്ട് നടക്കുമ്പോൾ, എ ഫർലോങ് ഓൾസോ, ഒരു ഫർലോങ്ങോളം ഒക്കെ നടന്നു പോകുമ്പോൾ, the guest will also say that Mrs. A, that is the hostess, is a charming woman. Mrs. A വളരെ മനോഹരിയായ ഒരു സ്ത്രീയാണെന്ന് പറയും. And later adds that she is the most charming woman he has ever known. കുറച്ചും കൂടെ മുന്നോട്ട് നടക്കുമ്പോൾ അദ്ദേഹം വീണ്ടും ചേർത്ത് പറയും, മിസ്സിസ് എ താൻ ഇന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരിയായ ഒരു സ്ത്രീയാണെന്ന്. ഇങ്ങനെ അർത്ഥശൂന്യമായ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ബുദ്ധി പ്രവർത്തിക്കാത്ത പോലെ ആയി മാറുന്നു ബുദ്ധിമാനായിരുന്ന ആ ഗസ്റ്റ് നടത്തത്തിൽ എന്നാണ് നറേറ്ററുടെ അവകാശം. We pass an inn. He reads rapidly aloud to me.
the King Sam's license to sell ales and spirits. While we walking, when the guest sees an inn, he will say that this is the King Sam's, which has license to sell ales, beer, and spirit wine. ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഗസ്റ്റ് ഒരു ഇൻ, ഒരു ബിയർ പാർലർ, ഒരു സത്രം കാണുന്നു. ഉടനെ തന്നെ അതിൻ്റെ ബോർഡ് വായിച്ചുകൊണ്ട് അദ്ദേഹം പറയും, ഓ, ദ കിങ് സാംസ്, ലണ്ടനിലെ വളരെ പ്രസിദ്ധമായ ബിയർ പാർലർ ചെയിനാണ് ദ കിങ്സ് ആംസ്. അത് കണ്ടുകൊണ്ട് അദ്ദേഹം ആ പേര് വായിച്ചിട്ട് പറയും, വിച്ച് ഹാസ് ലൈസൻസ് ടു സെൽ എയിൽസ് ആൻഡ് സ്പിരിറ്റ്. ബിയറും വൈനുമൊക്കെ വിൽക്കാൻ ലൈസൻസ് ഉള്ള ഒരു ഇന്നാണിത് എന്നൊക്കെ. ഇത്തരം നിരർത്ഥകമായിട്ടുള്ള ബുദ്ധിശൂന്യമായ കാര്യങ്ങളൊക്കെ ആയിരിക്കും നടത്തത്തിൽ ആ ബുദ്ധിമാനായ ഗസ്റ്റ് പറയുന്നത്. I foresee that during the rest of the walk, he will read aloud any inscription that occurs. We pass a milestone. He points at it with his stick and says, Ex-Minister 11 miles. We turn a sharp corner at the foot of a hill. He points at the wall and says, Drive slowly. I see far ahead, on the other side of the hedge bordering the high road, a small notice board. He sees it too. He keeps his eyes on it, and in due course, trespassers, he says, will be prosecuted. Poor man, mentally a wreck. The narrator will be anticipating the man reading aloud all the signboards on their way. നമ്മുടെ നറേറ്റർ പ്രതീക്ഷിക്കുകയായിരിക്കും, ഇനി വഴിനീളെ കാണുന്നതെല്ലാം ഈ ഗസ്റ്റ് വായിച്ചു കൊണ്ടിരിക്കും. He reads the writing on every milestone, such as Axminster 11 miles. റോഡരികിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള ദൂരമൊക്കെ കാണിക്കുന്ന ഇത്തരം മൈൽ സ്റ്റോൺ, അതിലെഴുതിയിരിക്കുന്ന സ്ഥലവും ദൂരവും ഒക്കെ അദ്ദേഹം ഉറക്കെ വായിക്കും. ഓർ ട്രാഫിക് വാർണിംഗ്സ് ലൈക്ക് ഡ്രൈവ് സ്ലോലി, ഇത്തരത്തിലുള്ള ട്രാഫിക് വാർണിംഗ് ബോർഡുകൾ അതിലെഴുതിയിരിക്കുന്നതും, ഓർ പബ്ലിക് നോട്ടീസസ് ലൈക്ക് ട്രസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ്, പെർമിഷൻ ഇല്ലാതെ, അനുമതി കൂടാതെ പ്രവേശിക്കരുത് എന്നൊക്കെ അർത്ഥം വരുന്ന ഇത്തരം പബ്ലിക് നോട്ടീസുകൾ, ഇതൊക്കെ ഇദ്ദേഹം ഉറക്കെ വായിക്കും. മെൻ്റലി ഹാസ് ഓൾമോസ്റ്റ് ബിക്കം എ റെക്ക്. മാനസികമായി ഇദ്ദേഹം ഏറെക്കുറെ തകർന്ന അവസ്ഥയിലായിരിക്കും. ഒരു റൂമിലിരിക്കുമ്പോൾ വളരെ ബുദ്ധിപരമായി സംസാരിച്ചിരുന്ന ഈ ഗസ്റ്റ് നടക്കാൻ ഇറങ്ങിയപ്പോൾ ബുദ്ധിശൂന്യനെ പോലെ ഓരോന്ന് പറയുന്നു, വായിക്കുന്നു, ഉറക്കെ സംസാരിക്കുന്നു. നടക്കാൻ പോകുമ്പോൾ ബ്രെയിൻ സ്റ്റോപ്പാകുന്നു എന്ന നെറേറ്ററുടെ അവകാശവാദം വളരെ പരിഹാസമായി, രസകരമായി സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ. Luncheon at the AS, however, salves him and flaunts him in full sail. Behold him once more, the life and soul of the party. Surely he will never, after the bitter lesson of this morning, go out for another walk. However lavishly the narrator is treated with a posh lunch at the AS, an elegant restaurant, and though he is made the life and soul of the party, after the bitter experience of this morning walk, he will never go out for another walk. നറേറ്റർ പറയുന്നത്, അദ്ദേഹത്തിന് ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റിൽ വളരെ ലാവിഷായിട്ടുള്ള ഒരു ലഞ്ച് നൽകിയാലും, ആൻഡ് ഈസ് മെയ്ഡ് ദ ലൈഫ് ആൻഡ് സോൾ ഓഫ് ദ പാർട്ടി, ഒരു വിരുന്നിലെ, ഒരു പാർട്ടിയിലെ ലൈഫ് ആൻഡ് സോൾ, അതിലെ ശ്രദ്ധാകേന്ദ്രം, അതിലെ ഏറ്റവും VIP ആയ ഒരു വ്യക്തിയായിട്ട് അദ്ദേഹത്തെ പരിഗണിച്ചാലും, ഇന്നത്തെ പോലുള്ള ഈ ഗസ്റ്റിൻ്റെ കൂടെ നടന്ന ഒരു ബിറ്റർ എക്സ്പീരിയൻസ്, ഒരു കൈപ്പേറിയ അനുഭവത്തിന് ശേഷമാണ് ഇത്തരമൊരു ലഞ്ച് കിട്ടുന്നത്, പാർട്ടിയിലെ ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റുന്നത്. അത്തരത്തിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ലഭിച്ചാൽ പോലും അദ്ദേഹം ഇനി ഒരിക്കലും ആ ഗസ്റ്റിൻ്റെ കൂടെ മറ്റൊരു പ്രാവശ്യം നടക്കാൻ പോകില്ല. An hour later, I see him striding forth with a new companion. I watch him out of sight. I know what he is saying. He is saying that I am rather a dull man to go for a walk with. He will presently add that I am one of the dullest men he ever went for a walk with. Then he will devote himself to reading out the inscriptions.
After some time, the narrator sees the same man walking with a new companion. ഒരു മണിക്കൂർ കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് നറേറ്റർ അതേ ഗസ്റ്റ് മറ്റൊരാളുടെ കൂടെ നടക്കുന്നത് കാണുന്നു. ദ നറേറ്റർ വാച്ചസ് ഹിം ടിൽ ഹി ഡിസപ്പിയേഴ്സ് ഫ്രം സൈറ്റ്. അദ്ദേഹം കാഴ്ചയിൽ നിന്നും മറയുന്നത് വരെ നറേറ്റർ അയാളെ തന്നെ നോക്കി നിൽക്കുന്നു. ഹി നോസ് വെൽ വാട്ട് ദ മാൻ ഈസ് ടോക്കിംഗ് അബൌട്ട് ടു ഹിസ് ന്യൂ കമ്പാനിയൻ. തൻ്റെ പുതിയ കൂട്ടുകാരനോട് ഇപ്പോൾ അദ്ദേഹം എന്തായിരിക്കും സംസാരിക്കുന്നത് എന്ന് നറേറ്റർക്ക് അറിയാം. He is saying the narrator is a dull man to go for a walk with. നറേറ്റർ ഒരു ഡൾ മാൻ, വളരെ ബോറിംഗ് ആയിട്ടുള്ള, മുഷിപ്പിക്കുന്ന, വിരസനായ ഒരു വ്യക്തിയാണെന്നൊക്കെ നറേറ്ററെ കുറിച്ചായിരിക്കും അയാളിപ്പോൾ പുതിയ കൂട്ടുകാരനോട് പറയുന്നത്. മാത്രവുമല്ല, ആൻഡ് യു വിൽ ആഡ് ലേറ്റർ ദാറ്റ് ദ നറേറ്റർ ഈസ് ദ ഡള്ളസ്റ്റ് മാൻ ഹി ഹാസ് എവർ വാക്ക്ഡ് വിത്ത്. കുറച്ച് നടന്നു കഴിയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ടാകും, നറേറ്റർ ഏറ്റവും ബോറിംഗ് ആയിട്ടുള്ള, കൂടെ നടക്കാൻ ഏറ്റവും ബോറിംഗ് ആയ ഒരു മനുഷ്യനാണ് ഇദ്ദേഹം ഇന്നോളം കണ്ടതിൽ വെച്ച് എന്നൊക്കെ നറേറ്ററെ കുറിച്ച് പറയുന്നുണ്ടാകും. ഹി വിൽ റീഡ് ഓൾ ദ സൈൻ ബോർഡ്സ് ഹി സീസ് ഇൻ ദ സ്ട്രീറ്റ്. മാത്രമല്ല, വഴി നീളെ കാണുന്ന എല്ലാ സൈൻ ബോർഡുകളിലെയും വാക്കുകൾ ഉറക്കെ വായിച്ച് പുതിയ കമ്പാനിയനോട് പറയുന്നുമുണ്ടാകും. How comes it? This immediate deterioration in those who go walking for walking's sake. Just what happens? When a man just goes walking for walking's sake, having no serious purpose, his mental quality and ability becomes less or deteriorate. ഒരു വ്യക്തി നടത്തത്തിന് വേണ്ടി നടക്കാൻ പോകുമ്പോൾ പ്രത്യേകമായ പേർപ്പസ് ഒന്നുമില്ലാതെ ഹിസ് മെൻ്റൽ ക്വാളിറ്റി ആൻഡ് എബിലിറ്റി become less. അദ്ദേഹത്തിൻ്റെ ബുദ്ധിപരമായിട്ടുള്ള കഴിവും അതിൻ്റെ ഗുണവും become less or deteriorate. അത് കുറഞ്ഞു പോകുന്നു. While he is sitting in a room, he is an amusing fellow. But when he is walking outside, he becomes a real bore. അതേ വ്യക്തി ഒരു മുറിയിലിരിക്കുമ്പോൾ അദ്ദേഹം ഒരു അമ്യൂസിങ് ഫെലോയാണ്, ബുദ്ധിപരമായി രസികനായ ഒരു വ്യക്തിയാണ്. എന്നാൽ അതേ വ്യക്തി പുറത്ത് നടക്കുന്നതോടുകൂടി ഹി ബിക്കംസ് എ റിയൽ ബോർ, ഒരു യഥാർത്ഥ ബോറായി മാറുന്നു. വൈ ഇസ് ഇറ്റ് ഹാപ്പനിങ് സോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഐ ടേക്ക് ഇറ്റ് ദാറ്റ് നോട്ട് ബൈ ഹിസ് റീസണിങ് ഫാക്കൽറ്റീസ് ഈസ് എ മാൻ urged to this enterprise. He is urged evidently by something in him that transcends reason, by his soul, I presume. He understands that a man goes for walking. This enterprise is not inspired by his intellectual thinking, reasoning. It is just to satisfy his mind's desire that surpasses his intelligence. Our author understands, നമ്മുടെ നറേറ്റർ മനസ്സിലാക്കുന്നത്, ഒരു മനുഷ്യൻ നടക്കാൻ പോകുന്നത്, ഇവിടെ എൻ്റർപ്രൈസ് എന്നതുകൊണ്ട് അർത്ഥമാക്കിയത് ഈ സംരംഭം, അതായത് ഈ നടത്തം, വെറുതെ നടക്കാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ബുദ്ധിപരമായ ഒരു തീരുമാനത്താൽ സ്വാധീനിക്കപ്പെട്ടുകൊണ്ടല്ല, നോട്ട് ബൈ ഹിസ് റീസണിങ്. നേരെ മറിച്ച് ഇറ്റ് ഈസ് ജസ്റ്റ് ടു സാറ്റിസ്ഫൈ ഹിസ് മൈൻഡ്സ് ഡിസയർ. വെറുതെ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഒരാഗ്രഹം അത് സംതൃപ്തമാക്കാൻ വേണ്ടി നടന്നു പോവുകയാണ്. ആ ആഗ്രഹമോ സർപാസസ് ഹിസ് ഇൻ്റലിജൻസ്, അദ്ദേഹത്തിൻ്റെ ബുദ്ധിയെയും കീഴടക്കുന്നു. ട്രാൻസെൻസ് റീസൺ, ബുദ്ധിയെ മറികടക്കുന്ന, ഈ വ്യക്തിയുടെ ബുദ്ധിയെ മറികടക്കുന്ന മനസ്സിൻ്റെ വെറുമൊരു ആഗ്രഹം. ആ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി വെറുതെ നടക്കാൻ പോകുന്നു. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ബുദ്ധിയുടെ ശക്തിയും ക്വാളിറ്റിയുമൊക്കെ ഡിറ്റീരിയോറേറ്റ്, അത് കുറഞ്ഞു പോവുകയും ചെയ്യുന്നു. Yes, it must be the soul that raps out the quick march to the body. Halt, stand at ease, interposes the brain, and to what destination? It suavely asks the soul, and on what errand are you sending the body? On no errand whatsoever, the soul makes answer, and to no destination at all. Yes, it is the soul or mind that tells the body to march out. Quick march, halt, stand at ease, etc., blocking the brain. അതെ, നടക്കാൻ പോകുന്ന ഒരാളുടെ മനസ്സാണ്
അതിൻ്റെ ശരീരത്തോട് മാർച്ച് ഔട്ട് ചെയ്യാൻ പറയുന്നത്, നടക്കാൻ പറയുന്നത്. ബ്ലോക്കിംഗ് ദ ബ്രെയിൻ, ആ ശരീരത്തിൻ്റെ ബ്രെയിനിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട്. നടക്കാൻ പോകുന്നത് വെറും മനസ്സിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രമാണ്. ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല. ബ്രെയിനിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു വ്യക്തിയുടെ മനസ്സ് ആ മനസ്സിൻ്റെ സംതൃപ്തിക്ക് വേണ്ടി അതിൻ്റെ ശരീരത്തെ നടത്തുന്നു. അങ്ങനെ ആ മാർച്ചിങ്ങിൽ ക്വിക്ക് മാർച്ച്, ഹോൾട്ട്, സ്റ്റാൻഡ് അറ്റ് ഈസ്, ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സാണ് ശരീരത്തോട് പറയുന്നത്. ദെൻ ദ ബ്രെയിൻ പ്ലീസിംഗ്ലി ആസ്ക് ദ സോൾ. ഇത് കാണുമ്പോൾ ബ്രെയിൻ വളരെ പ്ലീസിംഗ്ലി, സന്തോഷത്തോടു കൂടി ആ സോൾ, ആത്മാവ് അല്ലെങ്കിൽ മൈൻഡ് അയാളുടെ മനസ്സിനോട് ചോദിക്കും, വേർ ഇറ്റ് സെൻസ് ദ ബോഡി ആൻഡ് ഓൺ വാട്ട് പേർപ്പസ്. എവിടെയാണ് ഈ ശരീരത്തെ പറഞ്ഞയക്കുന്നത്, എന്ത് ഉദ്ദേശത്തിന് വേണ്ടി. എറൻസ് മീൻസ് പേർപ്പസ്. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് മനസ്സേ നീ നിൻ്റെ ശരീരത്തെ ഇങ്ങനെ നടത്തുന്നത്. അപ്പോൾ ദ സോൾ ആൻസേഴ്സ്, ആ മനസ്സ് മറുപടി പറയും, നോ പെർട്ടിക്കുലർ പേർപ്പസ്, പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. ആൻഡ് നോ ഫിക്സ്ഡ് ഡെസ്റ്റിനേഷൻ ഫോർ ദിസ് വാക്കിംഗ്, ഈ നടത്തത്തിന് പ്രത്യേകമായ ഒരു ഡെസ്റ്റിനേഷൻ, ഒരു ലക്ഷ്യസ്ഥാനവുമില്ല എന്ന് മറുപടിയും പറയും. It is just like you to be always on the lookout for some subtle ulterior motive. It is just like you are always looking for an opportunity to execute a secret motive. നിങ്ങൾക്കുള്ള എന്തോ ഒരു രഹസ്യമായ ലക്ഷ്യം, അത് നടപ്പാക്കാൻ വേണ്ടി ഒരു അവസരം കാത്തിരിക്കുന്നത് പോലെയാണ് നിങ്ങളുടെ ഈ നടത്തം. The body is going out because the mere fact of its doing so is a mere indication of nobility, probity, and rugged grandeur of character. The body is going out because it wants to exhibit its nobility. നിങ്ങളുടെ ശരീരം പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പുറത്തു പോകുന്നത് അതൊരു ഷോക്ക് വേണ്ടിയിട്ടാണ്, എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ട്. ഇറ്റ്സ് നൊബിലിറ്റി, അതിൻ്റെ ഒരു ഉന്നതമായ ഗുണം. ഇൻറ്റഗ്രിറ്റി, ദ ഗ്രേറ്റ്നെസ് ഓഫ് ഇറ്റ്സ് സ്ട്രോങ് ക്യാരക്ടർ, ആ വ്യക്തിയുടെ സ്വഭാവത്തിൻ്റെ മഹിമയും മറ്റ് ഗുണഗണങ്ങളുമൊക്കെ ആളുകളെ കാണിക്കാൻ വേണ്ടി എക്സിബിറ്റ് ചെയ്യാനുള്ള ഒരു ആഗ്രഹത്താലാണ് ഈ ശരീരം പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്. വെരി വെൽ വഗുല, ഹാവ് യുവർ ഓൺ വയോല. ഇവിടെ ഓതർ രസകരമായ ഒരു സെൻറ്റൻസ് ഉപയോഗിച്ചിരിക്കുന്നു, പ്രാസം ഒപ്പിച്ചുകൊണ്ട്, റൈം ഒപ്പിച്ചുകൊണ്ട്. ദ ബ്രെയിൻ മോക്സ് അറ്റ് ദ സോൾ സെയിങ്. ഈ ആൾ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധി, ബ്രെയിൻ കളിയാക്കിക്കൊണ്ട് ആ മനസ്സിനോട് പറയും, വെരി വെൽ വെഗ്യോല, ഹാവ് യുവർ ഓൺ വയോല. ദ ബ്രെയിൻ മോക്സ് അറ്റ് ദ സോൾ സെയിങ്. നടക്കാൻ പോകുന്ന ആളെ നോക്കി അയാളുടെ മനസ്സിനെ കളിയാക്കിക്കൊണ്ട് അയാളുടെ ബ്രെയിൻ പറയും, വെരി വെൽ വെഗ്യോല, ഓ നടത്തക്കാരാ, ഓക്കെ. വെഗ്യോല മീൻസ് വാക്കർ. ഗോ യുവർ ഓൺ വയോല. വയോല മീൻസ് വേ. താങ്കളുടെ വഴിയെ പൊയ്ക്കോളൂ. നടത്തക്കാരാ, താങ്കളുടെ വഴിയെ പൊയ്ക്കോളൂ എന്നർത്ഥം വരുന്ന രീതിയിൽ വെരി വെൽ വെഗ്യോല, ഹാവ് യുവർ ഓൺ വയോല എന്നുള്ളത് റൈറ്റർ ഒരു ഹ്യൂമറിന് വേണ്ടി റൈമിംഗ് പെയർ ഒപ്പിച്ചുണ്ടാക്കിയ ഒരു സെൻറ്റൻസ് ആണ്. പ്രത്യേകമായിട്ട് അർത്ഥമൊന്നും അതിന് കൽപ്പിക്കേണ്ടതില്ല. ദ റൈറ്റർ ഡെലിബറേറ്റ്ലി ക്രിയേറ്റഡ് എ റൈമിംഗ് പെയർ ഫോർ ഹ്യൂമർ. ബട്ട് ഐ, says the brain, flatly refuse to be mixed up in this tomfoolery. I shall go to sleep till it is over. The brain then wraps itself up in its own convolutions and fails into a dreamless slumber from which nothing can rouse it till the body has been safely deposited indoors again. The brain says that it is not ready to join the foolish activities or tomfoolery of the soul in the body. നടക്കാൻ പോകുന്ന ഒരാളോട് അയാളുടെ ബ്രെയിൻ പറയും, ഈ ശരീരത്തോടും മനസ്സിനോടൊപ്പം ചേരാൻ ഇവർ ചെയ്യാൻ പോകുന്നത് നടത്തം എന്നുള്ളത് ഒരു ടോംഫൂളറി, ഫോളിഷ് ആക്ടിവിറ്റിയാണ്, വിഡ്ഢിത്തമാണ്. അതിനോടൊപ്പം ചേരാൻ ബ്രെയിൻ ഞാനില്ല എന്ന് പറയും. Then it goes for sleep till the foolishness is over. പിന്നീട് ബ്രെയിൻ ഉറങ്ങാൻ പോകും. ആ ഫൂളിഷ്നെസ് അഥവാ വാക്കിംഗ് ഈസ് ഓവർ, നടത്തം കഴിയുന്നത് വരെ. എന്ന് വെച്ചാൽ നടക്കുമ്പോൾ ബ്രെയിൻ കൂടെയില്ല, ബ്രെയിൻ ഉറങ്ങുകയാണ്. Then the brain stops working, wraps itself up in its own convolutions എന്ന് പറഞ്ഞത്.
കോൺവല്യൂഷൻസ് മീൻസ് ബ്രെയിനിൻ്റെ ചുളിവുകളും മടക്കുകളും ഫോൾസ് അതിലേക്ക് സ്വയം ഒതുങ്ങിക്കൂടും ബ്രെയിൻ ആൻഡ് ഫാൾസ് ഇൻ ടു എ സൗണ്ട് സ്ലീപ്പ് എന്നിട്ട് ഗാഠമായ ഒരു ഉറക്കിലേക്ക് അത് പോകും ഫ്രം വിച്ച് നത്തിങ് ക്യാൻ റൗസ് ഇറ്റ് ടിൽ ദ ബോഡി കംസ് ബാക്ക് ഫ്രം ഇറ്റ്സ് വാക്ക് ശരീരം നടത്തമാകുന്ന വിഡ്ഢിത്തത്തിൽ നിന്നും തിരിച്ചു വരുന്നത് വരെ ബ്രെയിനിനെ പിന്നെ ഉറക്കിൽ നിന്നും ഉണർത്താൻ ആർക്കും കഴിയില്ല ബ്രെയിൻ പ്രവർത്തിക്കില്ല എന്നർത്ഥം ഈവൻ ഇഫ് യു go to some definite place for some definite purpose, the brain would rather you took a vehicle. But it does not make a point of this. It will serve you well enough unless you are going out for a walk. Even when one goes for a walk to a definite place with a definite purpose, ഒരാൾ നടക്കാൻ പോകുന്നത് വ്യക്തമായ ഒരു സ്ഥലത്തേക്കും ലക്ഷ്യത്തോടും കൂടെയാണ് അയാൾക്ക് ഒരു ലക്ഷ്യമുണ്ട് ഒരു ഡെസ്റ്റിനേഷനുമുണ്ട് ഒരു ലക്ഷ്യസ്ഥാനവുമുണ്ട് ഒരു ഉദ്ദേശവുമുണ്ട് എങ്കിൽ പോലും ദ ബ്രെയിൻ പ്രിഫേഴ്സ് ടു ടേക്ക് എ വെഹിക്കിൾ ഒരു വാഹനം എടുത്തു പോകാനാണ് ബ്രെയിൻ പ്രിഫർ ചെയ്യുക താല്പര്യപ്പെടുക ബട്ട് ദ ബ്രെയിൻ ഡസ് നോട്ട് ഷോ ഇറ്റ് ഇൻ എ വെരി നോട്ടിസബിൾ വേ പക്ഷേ അത് അത്ര വ്യക്തമായ രീതിയിൽ ബ്രെയിൻ എടുത്ത് പറയുകയോ കാണിക്കുകയോ ചെയ്യില്ല നാം മനസ്സിലാക്കണം നാം ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് വളരെ വ്യക്തമായ ഒരു ഉദ്ദേശത്തോടു കൂടി പോകുമ്പോൾ നാം ഒരു വാഹനം എടുത്ത് പോകുന്നതാണ് നല്ലത് ഇറ്റ് വിൽ സെർവ് യു വെൽ ഇനഫ് ഇഫ് യു ആർ നോട്ട് ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക് നിങ്ങൾ വെറുതെ നടക്കാൻ പോവുക അല്ല എങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾക്ക് വേണ്ടത്ര നന്നായി സേവനങ്ങൾ തരും It won't, while your legs are vying with each other, do any deep thinking for you, nor even any cross thinking. But it will do any number of small odd jobs for you willingly, provided that your legs also are making themselves useful, not merely bandying you about to gratify the pride of the soul. It will not do any thinking while the legs are competing with each other in a walk. ഒരു നടത്തത്തിൽ നിങ്ങളുടെ കാലുകൾ പരസ്പരം മത്സരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കോമ്പീറ്റ് ചെയ്യുമ്പോൾ വൈയിങ് മീൻസ് കോമ്പീറ്റിംഗ് അങ്ങനെ ആയിരിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ചിന്തിക്ക പോലുമില്ല നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ പ്രവർത്തിക്കില്ല എന്നർത്ഥം ബട്ട് ഇറ്റ് വിൽ ഡു എനി നമ്പർ ഓഫ് സ്മോൾ ജോബ്സ് വെൻ ദ ലെഗ്സ് ആർ ഡൂയിങ് സം യൂസ്ഫുൾ തിങ്സ് അതർ ദാൻ ക്യാരിയിങ് സം വൺ ഇൻ വാക്കിംഗ് ജസ്റ്റ് ടു സാറ്റിസ്ഫൈ ദ പ്രൈഡ് ഓഫ് വൺ സോൾ ഒരാളുടെ മനസ്സിൻ്റെ ആഗ്രഹം ആ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി നിങ്ങളുടെ കാലുകൾ നിങ്ങളെ വഹിച്ചുകൊണ്ട് പോകുമ്പോൾ അതായത് നിങ്ങളുടെ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ പ്രവർത്തിക്കില്ല എന്നാൽ മറ്റേതൊരു പ്രവർത്തനത്തിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഏതൊരു പ്രവർത്തനത്തിലും നിങ്ങളുടെ കാലുകൾ പ്രവർത്തിക്കുമ്പോൾ ബ്രെയിൻ നിങ്ങൾക്ക് വേണ്ടി എനി നമ്പർ ഓഫ് സ്മോൾ ജോബ്സ് എത്രയെണ്ണം ചെറിയ കാര്യങ്ങൾ പോലും ചെയ്തു തരും Such as it is, this essay was composed in the course of a walk. To cite an example of this, the narrator says that this essay was composed in the course of a walk. ഇങ്ങനെ നടക്കുമ്പോൾ ബ്രെയിൻ വേണ്ടത്ര പ്രവർത്തിക്കില്ല എന്നതിന് ഒരു ഉദാഹരണം വേണമെങ്കിൽ പറയാം ഈ എസ്സേ ഇതുപോലും എഴുതിയത് ഒരു നടത്തത്തിനിടയിലാണ് ഇന്ന് രാവിലെ അതായത് ഇദ്ദേഹം വളരെ ഐറോണിക്കലായിട്ട് വളരെ സർക്കാസ്റ്റിക്കലായിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണ് ഈ എസ്സേയിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഡ്ഢിത്തം കണ്ടെത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം ഞാനിത് ഇന്ന് രാവിലെ എഴുതിയത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പോൾ എൻ്റെ ബ്രെയിനും വേണ്ടത്ര പ്രവർത്തിച്ചിരിക്കില്ല എന്നൊരു മുൻകൂർ ജാമ്യം എടുക്കുന്നത് പോലെ വളരെ സർക്കാസ്റ്റിക് ആയിട്ടുള്ള ഒരു കമൻറ്റ് അദ്ദേഹം തന്നെ പറയുകയാണ് I am not one of those extremists who must have a vehicle to every destination. I never go out of my way, as it were, to avoid exercise. I take it as it comes, and take it in good part. He says that he is not an extremist, insisting to have a vehicle to go every place. ഓരോ സ്ഥലത്തേക്കും പോകാൻ വാഹനം വേണമെന്ന് ശഠിക്കുന്ന ഒരു തീവ്ര മനസ്സുള്ള ആളൊന്നുമല്ല നമ്മുടെ നറേറ്റർ. He also says that he is not the kind of a person wanting to avoid exercise.
വ്യായാമം ഏതെങ്കിലും രീതിയിലൊക്കെ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരാളുമല്ല അദ്ദേഹം. അദ്ദേഹം പറയുന്നു, ഓൺ ദ കോൺട്രറി, he makes use of every chance to exercise well as it comes to him. അദ്ദേഹത്തിന് എക്സസൈസ് ചെയ്യാൻ, വ്യായാമം ചെയ്യാൻ ലഭിക്കുന്ന ഓരോ അവസരവും നന്നായി ഉപയോഗപ്പെടുത്തുന്ന കൂട്ടത്തിൽ തന്നെയാണ് അദ്ദേഹം എന്നും നറേറ്റർ പറയുന്നു. Those valetudinarians who are always chattering about it and indulging in it to excess are no reason for despising it. He is of the opinion that we need not despise exercise because of those valetudinarians, people who are over worried about health, who are always boastful of it, doing it excessively. Valetudinarians means people who are over worried about health. ആരോഗ്യകാര്യങ്ങളിൽ അമിതമായിട്ട് ആശങ്കപ്പെടുന്ന ആളുകൾ. അത്തരം ആളുകൾ അമിതമായി എക്സസൈസ് ചെയ്യുന്നു. എക്സസൈസിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പൊങ്ങച്ചത്തോടു കൂടി സംസാരിക്കുകയും ചെയ്യുന്നു. ഇത്തരക്കാരുടെ കാരണത്താൽ നാം എക്സസൈസിനെ ഡിസ്പൈസ് ചെയ്യരുത്, നിന്ദിക്കരുത്, അതിനെ പുച്ഛിച്ച് തള്ളരുത്. അതിൻ്റെ ആവശ്യമില്ല. I am inclined to think that in moderation it is rather good for one physically. When doing it moderately, it is good physically. എക്സസൈസ് മോഡറേറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ, ആവശ്യത്തിന് മാത്രം ചെയ്യുമ്പോൾ, ഇറ്റ് ഈസ് ഗുഡ് ഫിസിക്കലി, തീർച്ചയായിട്ടും ശാരീരികമായിട്ട് അത് ഗുണം ചെയ്യും. ബട്ട് പെൻഡിങ് എ ടൈം വെൻ നോ പീപ്പിൾ വിഷ് മീ ടു ഗോ ആൻഡ് സീ ദം, ആൻഡ് ഐ ഹാവ് നോ വിഷ് ടു ഗോ ആൻഡ് സീ എനി വൺ, ആൻഡ് ദർ ഇസ് നത്തിങ് വാട്ടെവർ ഫോർ മീ ടു ഡു ഓഫ് മൈ ഓൺ പ്രൊമൈസസ്, ഐ നെവർ വിൽ ഗോ ഔട്ട് ഫോർ എ വാക്ക്. നമ്മുടെ നറേറ്റർ തറപ്പിച്ചു പറയുന്നൊരു കാര്യം, but he affirms that if no people want him to go and see them, ആളുകൾ ആരും അദ്ദേഹം അങ്ങോട്ട് ചെന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നില്ല എങ്കിൽ, if he doesn't want to go and see anyone, അദ്ദേഹത്തിന് പുറത്തുപോയി ആരെയെങ്കിലും കാണാൻ ആഗ്രഹം ഇല്ല എങ്കിൽ, or if there is nothing for him to do outside his house, സ്വന്തം വീടിന് പുറത്ത് പോയിട്ട് ചെയ്യാൻ ഒരു പ്രവൃത്തിയും ഇല്ലാത്തൊരു സാഹചര്യത്തിലും, he will never go out for a walk, നടക്കാൻ എന്ന പേരിൽ അദ്ദേഹം തീർച്ചയായിട്ടും പുറത്തു പോകില്ല എന്ന് അദ്ദേഹം തറപ്പിച്ചു പറയുന്നു. ഈ വീഡിയോയിൽ ഇതുവരെ വിശദീകരിച്ച കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് വ്യക്തമായി മനസ്സിലായിരിക്കുമെന്ന് കരുതുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ മാക്സ് ബീബോം അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ഹ്യൂമർ, അതുപോലെ തന്നെ സർക്കാസം, ഇതെല്ലാം ധാരാളമായി ഈ എസ്സേയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വായിക്കുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. എന്നാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ പാരഫ്രേസിംഗ് വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എജു സ്പോട്ട് എജു വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.